9 ദിവസം 9 കഥകളെന്ന് വരുന്ന ഈ നവരാത്രി സീരീസിലെ 9ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദേവിയുടെ 9ാമത്തെ രൂപമായ സിദ്ധദാത്രി ദേവിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് തൻ്റെ ഭക്തരെ തൻ്റെ സിദ്ധി കൊണ്ട് അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദേവി സിദ്ധദാത്രി ദേവി എന്ന് വിളിക്കുന്നത്. തൻ്റെ സിദ്ധികളായ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ എബിലിറ്റി സിദ്ധികൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വൽ പവർ, തന്നെ അറിവ്. ദേവിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പെർഫെക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. കാരണം അതായത് ദേവി നമുക്കൊരു അൾട്ടിമേറ്റ് പെർഫെക്ഷൻ ഉള്ളൊരു ദേവിയിലേക്ക് തന്നെ നമുക്ക് കണക്കൂട്ടാം. പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവങ്ങളെല്ലാം ദേവിയോടുത്ത് ചെല്ലുകയും ദേവി ഇവരെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹത്തിലൂടെ ദൈവങ്ങൾക്ക് ഒരുപാട് ശക്തികൾ കിട്ടുകയും ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ മഹാദേവൻ വരെ ദേവിയെടുത്ത് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഇരുവരും കൂടി ചേർന്ന് അർദ്ധനാരീശ്വരനാവുകയും ഒരു പെർഫെക്റ്റ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ പെർഫെക്റ്റ് ബാലൻസ് മാസ്കുലിൻ എനർജിയും അതുപോലെ തന്നെ ഫെമിനിൻ എനർജിയും കൂടി ഒരുമിച്ചുള്ള പെർഫെക്ഷനെയാണ് ദേവി മഹാദേവനും നമുക്ക് കാണിച്ചത്. 4 കൈകളുള്ള സിദ്ധദാത്രി ദേവി, ഒരു കയ്യിൽ താമര, മറുകൈയിൽ സുദർശൻ ചക്രം, മറുകൈയിൽ ഗദ, മറ്റേ കയ്യിൽ ശംഖ്. ഈ 4 കൈകളോട് ദേവി ഒരു സിംഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ദേവി സൂചിപ്പിക്കുന്നത് ഏതൊരു ഭക്തൻ തന്നെ ഉപാസിക്കുകയും ആ ഭക്തർക്കെല്ലാം ദേവി അനുഗ്രഹിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് സിദ്ധദാത്രി ദേവി. സിദ്ധദാത്രി ദേവി സൂചിപ്പിക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് ദേവി കാണിക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ഫുൾഫിൽമെൻ്റ് ആണ്. അതായത് തൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹിക്കുക, പരിപാലിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരെ വഴി കാട്ടിക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം ഇതവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്നാണ് ദേവി നമുക്കിതിലൂടെ ഈ 9 കഥകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. 9 ദിവസം 9 കഥകളുമായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ 9 ലൈഫ് സ്റ്റേജസ്, ഒരു സ്ത്രീ എങ്ങനെയൊക്കെയാണ് ഓരോ ലൈഫ് സ്റ്റേജിലും കടന്നു പോകേണ്ടതെന്നുള്ളതാണ് ഈ 9 കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കഥ. 9 ദിവസം 9 കഥകളുമായിരുന്ന ഈ സീരീസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സോ അടുത്തൊരു സീരീസായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ